ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ലോകാന്ധകാരത്തിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞു, ലോകാന്ധകാരത്തിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞു, മോഹങ്ങളെന്നിൽ അശാന്തിയേകി ക്രൂശിന്തയിൽ ഞാൻ അഭയം കണ്ടു. നിന്റെ ദയ അഗോചരം, നിൻ കാരുണ്യം അഗാധമേ, നിന്റെ ദയ അഗോചരം, നിൻ കാരുണ്യം അഗാധമേ. എൻ്റെ നാവ് നവ്യഗാനം പാടും, എൻ്റെ ഹൃത്ത് നൂതനരാഗം നീട്ടും. കർത്താവേ, നീ എന്നെ സ്നേഹിച്ചു, പ്രാണനാഥ നീ എന്നെ വീണ്ടെടുത്തു. എൻ്റെ നാവ് നവ്യഗാനം പാടും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനം നാം എങ്ങനെ കൈക്കൊള്ളണം എന്നുള്ളതാണ്. എങ്ങനെ കൈക്കൊണ്ടാൽ ദൈവവചനം അതിൻ്റെ പ്രവൃത്തി നമ്മളിൽ പൂർത്തീകരിക്കും, അല്ലെങ്കിൽ ദൈവവചനം നമ്മളിൽ പ്രവർത്തന നിരതമാകണമെങ്കിൽ നാം എങ്ങനെ ദൈവവചനം കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അനേക വചനങ്ങൾ കേൾക്കുന്നുണ്ട്, അനേക പ്രസംഗം കേൾക്കുന്നുണ്ട്. പക്ഷേ അതിന് തക്കതായ ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നാം ഇതിനെ സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ സ്വീകരിച്ച് ആ ദൈവവചനമായിട്ട് ഏറ്റെടുത്ത് ദൈവവചനമായിട്ട് നാം അതിനെ കൈക്കൊണ്ട് ആ ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവവചനം അതിൻ്റെ കർത്തവ്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. ഇവിടെ തെസ്സലോനിക്കയിൽ സഭയുണ്ടാകുവാനും തെസ്സലോനിക്കയിൽ ദൈവമക്കളുണ്ടാകുവാനും മുഖാന്തരമായ കാരണം പൗലോസ് ദൈവവചനം അവിടെ പ്രസംഗിച്ചു എന്നുള്ളതാണ്. മറ്റൊന്നും പൗലോസ് പ്രസംഗിച്ചില്ല. കാരണം വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും ആണ് സംഭവിക്കുന്നത്. അപ്പോൾ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ് ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു ദൈവവൈദ്യൻ്റെ ഉത്തരവാദിത്വം. വചനം രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായ വചനമാണ്. ആ ദൈവവചനം അവർ കേട്ടു. തെസ്സലോനിക്കയിലുള്ള ആളുകൾ, യഹൂദന്മാരും ജാതികളുമായ ആളുകൾ വചനം കേട്ടു. ആ വചനം മനുഷ്യന്റെ വചനമായിട്ടല്ല, പൗലോസ് പ്രസംഗിച്ചതോ തീമോത്തിയോസ് പ്രസംഗിച്ചതോ ശീലാസ് പ്രസംഗിച്ചതോ ആയിട്ടല്ല, ദൈവം അവരോട് സംസാരിക്കുന്നു എന്നുള്ളതായ ആ ബോധ്യത്തോടെ അവരേറ്റെടുത്തു. ദൈവത്തിന് എന്നോട് സംസാരിക്കും, ദൈവത്തിൻ്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്, ദൈവത്തിന് എന്നോട് പറയാനുള്ള കാര്യമാണ് ഞാൻ കേൾക്കുന്നതെന്നുള്ള ബോധ്യം അവരെ ഭരിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണോ വചനം കേൾക്കുന്നത് നാം പരിശോധിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ദൈവവചനം കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുന്നു എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം കേൾക്കുവാനും അത് സ്വീകരിപ്പാനും അതിലെ സത്യങ്ങൾ അറിയുവാനുള്ള വലിയ ആവേശവും വലിയ ദാഹവും നമുക്കുണ്ടോ എന്നുള്ളതാണ്. വചനം കേട്ട് അതിനെ ആ കേൾക്കുന്ന സമയത്ത് അത് കേട്ടു പിന്നീട് അത് മറന്നു കളയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അത് ജീവിതത്തിലേക്ക് ഹൃദയത്തെ സംഗ്രഹിച്ച് നല്ല നിലത്ത് വീണ് വിത്ത് പോലെ നല്ല
ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഫലം കൊടുക്കുന്നതായ ഒരു ജീവൻ നയിക്കാൻ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നാം ജീവിക്കുമ്പോഴാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത്. ഇവിടെ തെസ്സലോനിക്ക വിശ്വാസികൾ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. ദൈവവചനമായിട്ട് കൈക്കൊണ്ടില്ലെങ്കിൽ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, നാം നമ്മെ തന്നെ ചതിക്കുകയാണ്. നമുക്കതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുന്നില്ല. വചനമാകുന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുവാൻ കഴിയുന്നില്ല. വചനമാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ വരുന്നു. പ്രിയപ്പെട്ടവരെ, അത് നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. മറ്റെല്ലാം മാറിപ്പോകും. ആകാശം മാറും, ഭൂമിയും മാറും. ദൈവത്തിൻ്റെ വചനത്തിനോ പള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തില്ല. ആ വചനം നാം ദൈവവചനമായിട്ട് കേൾക്കുവാനും അംഗീകരിപ്പാനും അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഫലം കൊടുപ്പാനും കഴിയേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഫലകരമായൊരു ജീവിതത്തിന് അത് ആവശ്യമാണ്. പൗലോസ് അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. ദൈവവചനം നാം ദൈവവചനമായിട്ട് കൈക്കൊണ്ട് അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മുഖാന്തരമാണ്. വചനം കേട്ട് ചെയ്യാതിരുന്നാൽ അതിന് ന്യായവിധിയുണ്ട്. ആ വചനം നമ്മളെ ന്യായം വിധിക്കും എന്ന് നാം വായിക്കുന്നുണ്ട്. കർത്താവ് 2 ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരോട് പറഞ്ഞു, ആരെങ്കിലും നിങ്ങളുടെ വചനം കൈക്കൊള്ളാതിരുന്നാൽ നിങ്ങൾ ആ പട്ടണത്തിൽ പോകുമ്പോൾ കാലിലെ പൊടി തട്ടി കളഞ്ഞിട്ട് പോകണം. അവർക്ക് വചനം കൈക്കൊണ്ടാകുന്നവര് ന്യായവിധി നാളിൽ ശിക്ഷ ഉണ്ടാകും. വചനം കേൾക്കാതിരുന്ന, വചനം അനുസരിക്കാതിരുന്ന ആളുകൾക്ക്, വചനം ഉൾക്കൊള്ളാതെ വചനം തള്ളിക്കളഞ്ഞവർക്ക് ന്യായവിധി നാളിൽ സൊദോമ്യരെക്കാൾ, ഗോമോറ നിവാസികളെക്കാൾ വലിയ ശിക്ഷ ഉണ്ടാകുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. വചനമായിട്ട് സ്വീകരിച്ച അനേകം നമുക്ക് കാണാൻ സാധിക്കും. പെന്തക്കോസ്ത് നാളിൽ ആ കേട്ട വചനം അവർ കൈക്കൊണ്ടു. എങ്ങനെ അറിയാം? അവർ സ്നാനപ്പെട്ടു, അവർ വേർപെട്ടു, അവർ അപ്പഞ്ഞൊതുക്കി, അവർ പ്രാർത്ഥന കഴിച്ചു, അവർ ഉപദേശം കേട്ടു. അങ്ങനെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുന്നു. കൊർന്നല്യോസിന്റെ ഭവനത്തിലെത്തിയ പത്രോസിന്റെ വചനം കൊർന്നല്യോസ് കർത്താവിന്റെ വചനമായിട്ട് കൈക്കൊണ്ടു. നിന്റെ മുമ്പാകെ ഞങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാൻ കൂടിയിരിക്കുന്നു എന്നാണ് കൊർന്നല്യോസ് പറഞ്ഞത്. അങ്ങനെ പത്രോസിലൂടെ ദൈവം, കർത്താവ് സംസാരിച്ചത് മനസ്സിലാക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്ത ആ കൊർന്നല്യോസും കുടുംബവും ആ നിമിത്തം അനുഗ്രഹിക്കപ്പെടുവാനിടയായി. അവർ കർത്താവിൻ്റെ മക്കളായി തീരുവാൻ കൊർന്നല്യോസിനും കുടുംബത്തിനും മുഖാന്തരമായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് അനേക വ്യക്തികളെ ബൈബിളിലുടനീളം വചനം കൈക്കൊണ്ടവർ, എന്നാൽ വചനം അനുസരിക്കാതെ തള്ളിക്കളഞ്ഞവർ ദുഃഖിതരായി മടങ്ങിപ്പോയി. നാം ഫിലിപ്പിയ സഭയിലെ ആ ലുദിയയെക്കുറിച്ച് വായിക്കുമ്പോൾ പൗലോസ് വചനം പ്രസംഗിച്ചപ്പോൾ അവളുടെ ഹൃദയം കർത്താവ് തുറന്നു. വചനത്തിന് വേണ്ടി അവൾ ഹൃദയം തുറന്നു, അവളുടെ ഭവനം തുറന്നു എന്നുള്ളത് നാം കാണുന്നുണ്ട്. അതുപോലെ കാരാഗൃഹ പ്രമാണിയും ഫിലിപ്പിയിൽ വെച്ച് രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെ അടുക്കൽ വരുന്നു. അങ്ങനെ ആ പുള്ളിയും അവരും യേശു കർത്താവിനെ സ്വീകരിപ്പാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വചനം പരിവർത്തിക്കുകയാണ്, വചനം എനർജൈസ് ചെയ്യുകയാണ്. വചനം തെസ്സലോനിക്ക വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഈ വചനം അവരെ ശക്തിപ്പെടുത്തുകയാണ്. സുവിശേഷ ഘോഷണത്തിൽ, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൽ ഇവിടെ എനർജൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലപ്രാപ്തി ഉണ്ടാകുന്ന നിലയിൽ കാര്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെയാണ്. തെസ്സലോനിക്ക വിശ്വാസികൾക്ക് സുവിശേഷ സാക്ഷ്യം വഹിപ്പാൻ, യേശു കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ, മാതൃകയോടെ ജീവിക്കുവാൻ അവരെ ബലപ്പെടുത്തി ഈ വചനം വിശ്വസിക്കുന്ന അവരുടെ ഇടയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പൗലോസും കൂട്ടരും
ഈ വചനം പ്രസംഗിച്ചപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികൾ കൈക്കൊണ്ടത് ദൈവനാമഹത്വത്തിനും അവരുടെ ആത്മീയ പുരോഗതിക്കും കാരണമായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.